ഹായ് ഹലോ വെൽക്കം ടു VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടി. സോ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ്, നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും. പിള്ളേരുടെ പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ നമ്മളൊന്ന് യൂട്യൂബിൽ പോയിട്ട് കുറച്ചധികം നാളായി. സോ ഇന്ന് ഇവിടെ ഒരു ആസ്തെറ്റിക് സെക്ഷൻ്റെ പ്രാക്ടിക്കലാണ് നടക്കുന്നത്. നമ്മുടെ നാഷണൽ ട്രെയിനർ വന്നെടുക്കുന്ന ഒരു ക്ലാസ് കൂടിയാണ്. സോ നമുക്ക് എന്താണ് ആ ഒരു പ്രൊസീജിയർ, എന്താണ് ആ ഒരു കോഴ്സ് എന്നൊക്കെ ഒന്ന് അകത്ത് നിന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ മാമിനോടൊന്ന് ചോദിച്ചു നോക്കാം. Hi there. Hi. Good morning. Can you please explain what is going on? Actually, this is going on carbon laser facial, right? So they are doing with India. She's Sumaya. Sumaya, Hi. please Hi. introduce yourself. Hi, I'm Sumaya. So she is a student of laser aesthetic batch as well facial aesthetic she did. Okay. So this is the carbon. This is the India Q switch machine. Now Sumaya will operate. So she has already placed the carbon laser, applied the laser carbon peel. Okay. So now we will operate this machine. You can see. So now we are setting the parameters of the machine. Okay. Okay, Sumaya, now you can operate. Okay, start. Now she will operate. So you can see now how the carbons are disappearing, right? Actually, it will help to reduce pigmentation, excessive oiliness, pore size will reduce the pore size, wrinkles, fine lines. It will also provide hydration, everything, and it will also reduce acne. She is having few acne on her cheeks. You can see there's already done this part. She has already completed only the nose part left and some part of chin. So you can see how like fireballs the laser is coming. This is a carbon core with India Q switch laser. ഹായ്, ഞാൻ ഡോക്ടർ സുമയ്യ, ഹോമിയോപ്പതി ഡോക്ടറാണ്. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർബൺ പീലാണ്. കാർബൺ പീലിൽ ഫസ്റ്റ് നമ്മൾ കാർബൺ ലോഷൻ അപ്ലൈ ചെയ്തിട്ട് India ഗ്ലേസർ ഉപയോഗിച്ചാണ് ഈ പീല് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടുള്ള പീലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൻ്റെ എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സ്കിന്ന് മുഴുവനായിട്ട് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ടെക്സ്ചർ, ആക്നെ, റിങ്കിൾസ് അതുപോലുള്ള എല്ലാ സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ്സിനും ഇത് യൂസ്ഫുൾ ആണ്. ഇതിനെ ഒരു ഹോളിവുഡ് പീൽ എന്ന് പറയും നമ്മൾ. സോ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നയാൾ എങ്ങനെ VLCCയിലേക്ക് എത്തി? എങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ റീസൺ എന്തായിരുന്നു? ഇപ്പോൾ എസ്തറ്റീഷ്യൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എൻക്വയറീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് VLCC ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അതിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. മാത്രമല്ല നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു. സുജാത ഗുഡാബാമിൻ്റെ ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. ഡെമോയും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽസ് ഒക്കെ നല്ല രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ക്ലിനിക്കൽ ലെവലിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ആഗ്രഹം. She is Shalini. She is actually practicing IPL machine. Shalini, please explain about your model and the machine. സോ ഇതാണ് എൻ്റെ ക്ലയൻറ്റ് സുബീന. ആൻഡ് ഞാനിപ്പം ഐ പി എൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഇത് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. സുബിനക്ക് ഡബിൾ ചീക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം സ്കിൻ റെജുവിനേഷൻ ആണ് എടുക്കുന്നത്. സ്കിൻ റെജുവിനേഷൻ, ഫൈൻ ലൈൻ, റിങ്കിൾസും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. So you can see different parameters are there: freckles, red blood, skin rejuvenation. We are selecting the skin rejuvenation because my client required skin rejuvenation. Okay, so now we are selecting the fluence. I'm selecting 8. Okay, now this on. You can see she is doing IPL skin rejuvenation treatment. This is the IPL hand paste. ഓക്കെ, അതിന്
എനിക്ക് ഇവിടുത്തെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനിവിടെ VLCCയിൽ ബേസിക് നിന്ന് അഡ്വാൻസ് മുതൽ എല്ലാ സ്കിന്നിൻ്റെ ലെവലും എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ VLCCയിൽ നല്ല ഫാക്കൽറ്റി ആയിക്കോട്ടെ എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് മോഡലൊക്കെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്കിപ്പോൾ ക്ലാസ് ലേസർ ആസ്തെറ്റിക്കിൻ്റെ ക്ലാസ്സാണ്. എനിക്ക് എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഒരു ക്ലിനിക്കൽ ലെവലിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കോഴ്സൊക്കെ ചൂസ് ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റിൽ വൺ ഓഫ് ദി മാർക്കറ്റ് നിൽക്കുന്ന ഒരു കോഴ്സാണ് ലേസർ ആസ്തെറ്റിക്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാനാണ് എൻ്റെ ഡ്രീം. സോ അതുകൊണ്ടാണ് ഞാൻ VLCC ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനത്തെ കോഴ്സ് എടുത്തത്. സോ നമുക്ക് അടുത്ത സ്റ്റുഡൻറ്റിനോട് ചോദിക്കാം ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഹായ്, എൻ്റെ പേര് ബിനില. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് എസ്തിയോളജി കോഴ്സായിരുന്നു. അതിൽ സ്കിന്നിൽ ബേസിക്സും സ്കിൻ അഡ്വാൻസ് കോഴ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സ്കിൻ ലെവലിൻ്റെ ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്ത് സ്കിൻ ടെക്നോളജിക്കുള്ളൊരു ഗ്രോത്ത് കണ്ടപ്പോൾ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങളെ VLCC സ്ഥാപനത്തിൽ തന്നെ ലേസർ എസ്തെറ്റിക്സും ഫേഷ്യൽ എസ്തെറ്റിക്സും എന്ന കോഴ്സ് ഞങ്ങൾക്ക് ഒരു ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അത് എടുത്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാനതിൻ്റെ എല്ലാ ലെവലും നന്നായിട്ട് ഗൂഗിളിലൊക്കെ അന്വേഷിച്ചു. മാമിൻ്റെ ഞങ്ങളുടെ ചോയ് സുജ മാമിൻ്റെ അടുത്ത് അന്വേഷിച്ചു. അപ്പം മാം തന്നെ അതിനെപ്പറ്റി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആ കോഴ്സ് എടുത്തു. ഇപ്പം ഞങ്ങൾക്ക് 1 മന്ത് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ആയിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് നാഷണൽ ട്രെയിനറായിട്ടുള്ള ഞങ്ങളുടെ സുജാത മാം ആയിരുന്നു. തിയറി ക്ലാസ്സുകളും അതുപോലെ ഡെമോൺസ്ട്രേഷനും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതിനോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായ ഞങ്ങൾക്ക് ദേവിക മാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് പ്രാക്ടീസ് കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഫസ്റ്റ് വന്നപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം അല്ല അതിനെക്കുറിച്ചുള്ള വലിയ ധാരണകളൊന്നും ഇല്ലാതെ വന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒരു മിനിമൽ ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്യാനുള്ളൊരു ക്യാപ്പബിൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതിന് VLCC ഫാക്കൽറ്റീസിനും അതുപോലെ ഞങ്ങളുടെ നാഷണൽ ട്രെയിനർ സുജാത മാമിനും വലിയൊരു ബിഗ് താങ്ക്സ് പറയുന്നു. താങ്ക് യു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ എയിം എന്താണ്, അംബിഷൻ എന്താണ്? എനിക്ക് നല്ലൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും കൂടെ ഒരു ആഗ്രഹമുണ്ട്. സോ നമുക്ക് നമ്മുടെ സ്കിൻ ഫാക്കൽറ്റി ദേവിക മാമിനോട് ഇതിന്റെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും അതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചോദിച്ചു നോക്കാം. ഹായ്, നമുക്ക് കഴിഞ്ഞ മാസം 27th ഓൺവേർഡ്സ് സ്റ്റിൽ റൈറ്റ് നൗ നമുക്കിവിടെ ഇപ്പം ഫേഷ്യൽ അസ്തെറ്റിക്സും ലേസർ അസ്തെറ്റിക്സും ആണ് നടക്കുന്നത്. VLCCയുടെ സ്കിന്നിനെ സംബന്ധിച്ചോളം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ നമുക്ക് ഓൾറെഡി നമുക്കിപ്പം ഓൾമോസ്റ്റ് ഒരു 10 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള അഡ്വാൻസ് കെമിക്കൽ പീൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ MD രണ്ട് മെത്തേഡ് ഓഫ് MDs കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ LLH കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഹെയർ സ്റ്റിമുലേഷന് പറ്റിയിട്ടുള്ള ലേസർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടു IPL ഉണ്ട്, ക്യൂൻ സ്വിച്ച് മെഷീൻസ് ഉണ്ട്, ആൻഡ് ഡയോഡ് ഓൾറെഡി കഴിഞ്ഞു. ഡയോഡ് നമുക്ക് ലേസറിൻ്റെ തന്നെ ഹെയർ റിമൂവൽ മെത്തേഡായിരുന്നു, റിഡക്ഷൻ മെത്തേഡായിരുന്നു. അത് ഓൾറെഡി പിള്ളേരുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് VLCCയെ സംബന്ധിച്ചോളം ഇത് ഒരു മോസ്റ്റ് അഡ്വാൻസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ, സ്കിന്നിൻ്റെ മോസ്റ്റ് അഡ്വാൻസ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധാരണക്കാരനും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അത് കാരണം നമുക്ക് ഈ പറയുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ ആക്ച്വലി ഇത് ഡെർമറ്റോളജിസ്റ്റ് അല്ല ചെയ്യുന്നത്. നമ്മളെ പോലെ, അതായത് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഉള്ള ലേസർ അടക്കമുള്ള പഠിച്ച സ്റ്റുഡൻസ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. പൊതുവെ എല്ലാവരുടെയും തെറ്റായിട്ട് ധാരണയാണ് ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ അണ്ടറിൽ നിന്ന് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസ് ആണ്.